ആ, എന്റെ ഒരു സ്നേഹിതൻ വന്നിരുന്നു. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാ. അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് പറ്റില്ലെന്ന് ആശാൻ പറയുന്നത്. ഓക്കെ. മിസ്റ്റർ രാജേന്ദ്രൻ, കോവളത്തിൽ കോട്ടയത്തിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം. പകൽ ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല. രാത്രി 9 മണി കഴിഞ്ഞ് നമ്പീനെയും കൊണ്ട് അവിടെ വരും. ശരി. ഇതാ, ഇതിരിക്കട്ടെ. ഇത് ഞങ്ങൾ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. വേണം. പണിക്കരിയേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? ഇരിക്കാതെ പറ്റുമോ? വീട് ഞാൻ വാടകയ്ക്കൊന്നും. ഓ, ചേട്ടന്റെ വീടാണോ? അതെ. ഓ, എനിക്ക് വാടക കുടിച്ച് ഇന്ന് കിട്ടണം. ഒരാഴ്ച കൂടി ക്ഷമിക്കണം. 6 മാസമായി ക്ഷമിക്കുന്നു. ഇനി നിവർത്തിയില്ല. അല്പം ബുദ്ധിമുട്ടായതുകൊണ്ടാ. സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവരെ മനസ്സ് വെച്ചാൽ ബുദ്ധിമുട്ട് മാറുമല്ലോ. പണിക്കരിയേട്ടൻ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പണിക്കരിയേട്ടോ, ചേട്ടന്റെ ഭാര്യ എങ്ങനെയാ? അല്ല, കാണാൻ എങ്ങനെയാന്നാ ചോദിച്ചത്. കാണാൻ വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ ചുമ്മാതല്ല ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടാക്കിയത്. അനാവശ്യം പറയും. അയാൾ അടിക്കണ്ടായിരുന്നു. പിന്നെ അവനെ പൂവിട്ട് തൊഴണോ? ഇനി ഒരു സ്ഥലത്ത് പോയി അവനിങ്ങനെ പറയില്ല. നമ്മുടെ വീട്ടുകാർ വരുന്നു, അവളതറിയണ്ട. കാരെവിടെ നിർമ്മലേ? വഴിയിൽ കിടപ്പുണ്ട്. എന്ത് പറ്റി? എന്ത് പറ്റിന്നാ? പെട്രോളില്ല. ബംഗാര ഇനി കടം തരില്ല എന്ന് പറഞ്ഞു. ആശാനെ, വീട്ടുകാരുടെ മൂടത്ര ശരിയല്ല. ഞാൻ വലിഞ്ഞേക്കാം. കാറിൽ പെട്രോൾ തീർന്നാൽ വണ്ടി നിൽക്കും. അതിന് നീ പിണങ്ങിയാൽ പറ്റുമോ? അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ രണ്ടുപേരും കൂടി വഴക്കിടുന്നത്? ഏയ്, ഒന്നുമില്ല. ഇരിക്കൂ ചന്ദ്ര. ഞാൻ ഇരിക്കുന്നില്ല. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയതാ. ആ, രാജേട്ടന് പറ്റിയ ഒരു ജോലി ശരിയായിട്ടുണ്ട്. വല്ല പീറ മുതലാളിമാരുടെ ഓഫീസിലിരിക്കുന്ന ജോലിയാണെങ്കിൽ എനിക്ക് വേണ്ട. ഏയ്, അതൊന്നുമല്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റിപ്പോർട്ടറുടെ ജോലിയാ. നല്ല കാര്യം. ഡിപ്പാർട്ട്മെന്റ് ജോലിയായാൽ ആരുടെയും മുഖം നോക്കാതെ സ്വതന്ത്രമായിട്ട് പണിയെടുക്കാമല്ലോ. നമുക്കും അതല്ലേ താല്പര്യം. ജോലി ഇഷ്ടമായില്ലേ? ഇഷ്ടമാകാഞ്ഞിട്ടല്ല, പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി അത് മോശമാണെന്നാണ് പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞില്ല. ആട്ടെ, എന്ത് ശമ്പളം കിട്ടും? അതെല്ലാം വിശദമായി അന്വേഷിച്ചിട്ട് പറയാം. ആദ്യം ജോലി സ്വീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. എനിക്ക് ഒന്ന് ആലോചിക്കണം. ഇതിലെന്താ എത്ര ആലോചിക്കാനുള്ളത്? പിന്നെ ചുമ്മാ കയറി ഏറ്റാ മതിയോ? നിങ്ങൾ വഴക്കണ്ട. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ നാളെ വരാം. വരട്ടെ? ശരി. പിന്നെ ചന്ദ്രൻ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ? എടി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമൊന്നും കിട്ടൂല. മാസം 12,000 രൂപയില്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ 2,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി നിങ്ങൾക്ക് എവിടെ കിട്ടാൻ പോകുന്നു? അന്വേഷിക്കണം. ഇതാണ് സാറേ മുറി. ഇതിന് 2 വാതിലുണ്ട്. മുൻവശത്തുകൂടി കയറാം, പുറവശത്തുകൂടി ഇറങ്ങാം. അത് കൊള്ളാമല്ലോ. സാറ് എന്തിനാ മുറി എടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്തിനാ? സിനിമാ കഥ എഴുതാനല്ലേ? അത് ശരി. ഇവിടെ ശല്യമില്ലാതിരുന്ന് എഴുതാമല്ലോ. ഒരു ശല്യം ഉണ്ടാവില്ല സാർ. സാറ് സംവിധാനമായിരിക്കും. വെഞ്ചാറമ്പോട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സാറിന്റെ എല്ലാ പടങ്ങളും ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ കാണാറുണ്ട്. സോറി, ഇതെന്റെ ആദ്യത്തെ പടമാണ്. അപ്പൊ ആള് മാറിപ്പോയതായിരിക്കും. സാറേ, ഞാനും ഒരു കൊച്ചു എഴുത്തുകാരനാണ്. എന്റെ തൂലികാ നാമം തന്നെ എന്ത്? പ്രാപ്രായം? പ്രാണച്ചമ്പലം പ്രഭാകരൻ. സാറേ, ഇപ്പോഴത്തെ സിനിമാ പ്രൊഡ്യൂസേഴ്സിനൊന്നും സ്റ്റോറി സെൻസ് ഇല്ല സാർ. തീരെയില്ല. എന്റെ കയ്യിലൊരു ഊക്കിലാണ് സാധനം എടുപ്പുണ്ട്. പക്ഷേ
കുഞ്ഞമ്മ പറഞ്ഞ കാര്യം ബീനയ്ക്ക് സമ്മതമാണോ? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ഇട്ടതാ. അച്ഛൻ പോലീസിൽ അറിയിച്ചാൽ? ഒരിക്കലും അറിയിക്കില്ല. അത് നിങ്ങളുടെ വിശ്വാസം. അറിയിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഏറ്റാ മതി. അത് പോരാ, എല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. മേനോൻ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പണം എത്തിക്കുമോ? തീർച്ചയായും. ഡാഡിക്ക് ഞാനെന്ന് വെച്ചാ പ്രാണനാണ്. പ്രതീക്ഷിക്കുന്നത് പോലെ പണം കൊണ്ടുവന്നില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? ഇത് വെറും ഒരു നാടകമാണ്. 10 ലക്ഷം കിട്ടിയാൽ 5 ലക്ഷം രൂപ എടുത്തോണ്ട് ബാക്കി തന്നാ മതി. ആദ്യം എടുത്തിട്ടേ തരൂ. എനിക്ക് അല്പം കൂടി ആലോചിക്കാനുണ്ട്. ഇനി എന്താ ആലോചിക്കാനാണ് ആശാനെ? എടാ, ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് 5 ലക്ഷം രൂപ പോരെന്നായിരിക്കും. അല്ല, വിശദമായി ഞാൻ പറയാം. നാളെ ഈ സമയത്തോടെ വരണം. ഇത് നടക്കുന്ന ലക്ഷണമില്ല. ഇല്ലെന്തോന്നെങ്കിൽ വിട്ടേക്കണം. നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. നമുക്ക് നാളെ വരാം കുഞ്ഞമ്മേ. നാളെ വരുമ്പോഴും ഇയാളിങ്ങനെ മുട്ടുന്യായങ്ങൾ പറഞ്ഞാലോ? ഏയ്, നാളെ നമുക്ക് അവസാന തീരുമാനമെടുക്കാം. പക്ഷെ നിങ്ങൾ മാത്രം വന്നാൽ മതി. നാളെ ഞാൻ വരണ്ടേ? വരണ്ട. ശരി, എങ്കിൽ നാളെ കാണാം. ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആശാൻ എന്തൊരാളാ! 5 ലക്ഷം രൂപ നാളെ കയ്യിലിരുന്നേനെ. നീ കിടന്ന് പിടയ്ക്കാതടാ. സമാധാനമായിട്ട് ചെയ്താൽ ആർക്കും ഒരു കുഴപ്പവുമില്ല. കഥാനായിക അമ്മയും കൂടി ആയിരിക്കും ഇറങ്ങിപ്പോയത്. ഡയറക്ടർ സാറേ, ബെസ്റ്റ് സെലക്ഷൻ. എന്റെ കഥയായിരുന്നെങ്കിൽ 2 പേർക്കും റോളുണ്ട്. അമ്മ ഹീറോയിനിയായിട്ടും ഹീറോയിനി അമ്മയായിട്ടും. പിന്നെ 10 മാസം തല്ലു ഒരാഴ്ച. അവിടെ വെച്ചേക്കൂ. ചന്ദ്രൻ വന്നിരുന്നു. ആ ഉദ്യോഗം ശരിയെന്ന് പറഞ്ഞു. 800 രൂപ ശമ്പളം കിട്ടും. ഉദ്യോഗത്തിന് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണം. വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പൊ കഴിയുന്ന പോലെ നമുക്കങ്ങ് കഴിയാം. അങ്ങനെ കഴിയണ്ട. ദൈവം കയ്യിൽ കൊണ്ടുവന്ന ഭാഗ്യമാണ്. അത് വലിച്ചെറിഞ്ഞ് കളയരുത്. ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് വെച്ചു. ചേട്ടാ, 800 രൂപ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റുമോ? പിന്നെ എന്തിനാ ജോലി സ്വീകരിക്കണം? ഒരു വലിയ ഒരു എനിക്ക് ഉടനെ കിട്ടും. അതിനൊന്ന് ശ്രമിച്ചിരിക്കേ. കാപ്പി കുടിച്ചില്ല? വേണ്ട. ഈ ഇടയായിട്ട് എന്ത് പറഞ്ഞാലും ദേഷ്യമാ. ഇത് എന്ത് പറ്റി? ആചാരെ, ആ സ്ത്രീയുടെ സംഭാഷണം എന്തിനാ ടേപ്പ് ചെയ്യുന്നേ? എടാ മണ്ട, ഒരു പക്ഷേ മേനോൻ പോലീസിൽ അറിയിച്ചെന്ന് വെച്ചോ, പോലീസ് നമ്മളെ പിടിച്ചെന്നും വെച്ചോ, നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഈ ടേപ്പ് ഉണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. രജനി പറയുന്നു മുഴുവൻ നമ്മൾ ടേപ്പ് ചെയ്യും, ഇല്ലേ? അപ്പൊ മേനോന്റെ ഭാര്യയുടെ പ്ലാൻ അനുസരിച്ചാണ് നമ്മളിത് ചെയ്തതെന്ന് തെളിയും. നീ ആ പ്രാപ്പറ ഇങ്ങോട്ട് വരാൻ നോക്കിയോ. ആശാനെ, അവര് വരുന്നു. വേഗം റെഡിയാക്കി. വരണം. ഇങ്ങോട്ടിരിക്കട്ടെ, ഇങ്ങോട്ട്. മകൾ വന്നില്ലല്ലോ? ഇല്ല. വളരെ ഉപകാരം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ബീനെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരെയും തട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ. ഇവരെ നാടകമെന്നല്ലേ പറഞ്ഞത്? അതെ, ഈ നാടകത്തിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം തരുന്നു. എന്താ പോരെ? ഓ, ധാരാളം. നാടകമാണെങ്കിലും നിരപരാധികളായ ഞങ്ങൾ കുരുക്കിലാകരുതല്ലോ. അതുകൊണ്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. പറയൂ. ബീന അവളുടെ സ്നേഹിതരുടെ വീട്ടിൽ 4-5 ദിവസം കഴിയുമെന്നല്ലേ പറഞ്ഞത്? അത് പാടില്ല. അവൾ ഇവിടെ കഴിയണം. നോ, അതൊരിക്കലും സാധ്യമല്ല. അവൾക്ക് ഒരു ആപത്തും വരില്ലെന്ന് ഞാൻ വാക്ക് പറയുന്നു. പണം കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും. ബീനയെ നിങ്ങളുടെ പങ്കിൽ അവൾ എത്തിക്കുകയും ചെയ്യും. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ശരി. ഇനി ബീനയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ അവളോട് വന്നിട്ട് പറയാം. ശരി, നാളെ ഞാൻ നേരത്തെ വരാം. ഗുഡ് നൈറ്റ്. പോയി. ഇനി നമുക്ക് പേടിക്കാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അച്ഛാ, എന്ത് മോളെ? ഞാൻ എന്റെ കൂട്ടുകാരി രാധികയുടെ വീട് വരെ പോവാണ്.
ഒരു സിനിമ കണ്ടിട്ടേ വരൂ. ഒന്നല്ല, 2 സിനിമ ഒരുമിച്ച് കണ്ടിട്ട് വന്നാൽ മതി. എന്റെ ആ പഴയ ചിരിയും കളിയും സന്തോഷവും കണ്ട കാലങ്ങൾ മറന്നു. എന്നെ കൂടെ പോയിട്ട് വരും. അല്ല, ഞാൻ ഇവരൊന്ന് ഇന്റർവ്യൂ ചെയ്യായിരുന്നു. തന്റെ ഒരു ഇന്റർവ്യൂ മേലാൽ ഇവിടെ വരുന്നവരെ ശല്യപ്പെടുത്തിയാൽ തന്റെ കയ്യും കലയാൻ തല്ലോടി. വരണം, ഇരിക്കൂ. പിന്നെ എന്നാൽ ഇനി പ്ലാൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തനം ആരംഭിക്കാം. ഭഗവാനെ, ഇപ്പോഴെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയല്ലോ. ഇനി മിസ്സിസ് മേനോൻ വീട്ടിലേക്ക് പോയിക്കോളൂ. ബീന, അവരുടെ കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞില്ലേ? ധൈര്യമായി പോകൂ. ബീന, കുഞ്ഞമ്മ പോയിക്കോളൂ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഓക്കെ. ബാബു വരൂ. എന്താ സാർ? ബീനയെ തൽക്കാലം നിന്നെ ഏൽപ്പിച്ച് ചെയ്യാൻ പോവുകയാണ്. എന്നെയോ? ഹലോ, മേനോൻ ഹിയർ. ഗുഡ് ഈവനിങ് സാർ. നിങ്ങളുടെ മകൾ ബീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പരിഭ്രമിക്കേണ്ട, അവൾക്കൊരാപത്തും വരില്ല. ആരെന്നറിയേണ്ട ആവശ്യമില്ല. ചെങ്കോട്ട റോഡിൽ 25-ാം മൈലിന് സമീപം ഒരു പന്തമെരിയുന്നത് കാണാം. ഇന്ന് രാത്രി 10 ലക്ഷം രൂപ ഒരു പെട്ടിയിലാക്കി അവിടെ കൊണ്ടുവച്ചിട്ട് പോയാൽ ബീന നാളെ വീട്ടിലെത്തും.